welcome to my YouTube channel. My name is Fida. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ബ്രൗണി ബേക്ക് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം ഐ തിങ്ക് ഐ വിൽ ഡു എ വീഡിയോ. അപ്പം നമുക്കൊരു ബ്രൗണി ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് മൈദ ഇടണം. ഞാൻ മൈദ ഇട്ടു. ഇനി അയ്യോ സോറി തെറ്റിപ്പോയി, കട്ട് ചെയ്യണ്ട, ഞാൻ എടുക്കാം. ഒരു മിനിറ്റ്, എനിക്ക് തെറ്റിപ്പോയി. നമ്മൾ ഫസ്റ്റ് എഗ്ഗ് ആയിരുന്നു അതിലുണ്ടത്. അപ്പം തിരിച്ചിടാം. ഇതിനകത്തോട്ട് നമ്മൾ 2 മുട്ട ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് നല്ലോണം നമ്മൾ വിസ്ക് ചെയ്യണം. ബീറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ് ചെയ്യാം, പക്ഷെ വിസ്ക് ചെയ്യുന്നതായിരിക്കും ബ്രൗണിക്ക് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്ത് ഇതുപോലെ ഇടാം. ഇതിനകത്ത് നമ്മൾ 3 മുട്ട ഇട്ട് കഴിഞ്ഞു. പിന്നെ ഷുഗറും എല്ലാം ഇട്ട് കഴിഞ്ഞു. നല്ലോണം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മാക്സിമം ഷുഗർ മെൽറ്റായി വരുന്നത് വരെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത്രയും ഇതുകൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് ടൈം പോകുന്നുണ്ട്. ഞാനിനി ബീറ്റർ കൊണ്ട് വർക്ക് ചെയ്യാം. പോവാം. അപ്പോൾ നമ്മൾ ബീറ്ററെടുത്തു. ഷുഗർ മെൽറ്റായി ബീറ്റ് ചെയ്യാം. കൈ കൊണ്ട് ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ ഷുഗർ ഗ്രാന്യൂൾസ് ഒന്നും വരരുത്. അതാണ് ഇതിൻ്റെ കറക്റ്റ്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഇതിനകത്തോടെ വയ്ക്കണം. നമ്മളിത് ജസ്റ്റ് വാഷ് ചെയ്യാൻ ഓക്കെ. നമുക്ക് ചോക്ലേറ്റ് എടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച ചോക്ലേറ്റും ബട്ടറും നല്ലതുപോലെ മെൽറ്റായിട്ട് കൂളായിട്ട് കൂളാകണം. കുറച്ച് ചൂടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റിയാണ് ഈ ചോക്ലേറ്റ്. എന്നിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഫുള്ള് എടുക്കണം. ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് തിക്കായിട്ടുണ്ട്. ചോക്ലേറ്റ് ഫുള്ള് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കണം. നമ്മൾ ഇങ്ങനെ ഇരുന്നിരുന്ന് കുറേ നേരം ടൈമായി ഞാൻ ചെയ്ത് വെച്ചിട്ട്. അപ്പം ഇതെല്ലാം ഇരുന്ന് നല്ല കട്ടിയായി. എന്നാലും കുഴപ്പമില്ല. അത് വന്നോ? ഓക്കെ. ഇനി നമ്മൾ ഈ ചോക്ലേറ്റും നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിനെന്തോ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തോ മറന്നു നടത്തിയിട്ട് സോൾട്ട് ഇടണം. നമുക്കിപ്പോൾ ഇടാം. പിന്നെ ബൈ ദ വേ ഉമ്മിയാണ്, കേക്ക് ബേക്കറാണ്. ഉമ്മി കേക്കും ബ്രൗണി ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് പഠിച്ചാണ് ചെയ്യാൻ. എന്നിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാനൊരു റിപ്പീറ്ററായിരുന്നു നീറ്റിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി. അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കൺസിസ്റ്റൻസി കാണിച്ചിട്ട് നല്ലതുപോലെ ചോക്ലേറ്റൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. നമുക്കിത് വിസ്ക് കൊണ്ട് ചെയ്യാം. വിസ്ക് കൊണ്ട് ചെയ്യുന്നതാണ് പെട്ടെന്ന് നല്ല മിക്സ്. കളർ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബ്രൗണി നല്ല ഫഡ്ജി ബ്രൗണിയാണ്. ഫഡ്ജി ബ്രൗണീസാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഇത് ആവും നോക്കാം. പിന്നെ ബ്രൗണിയെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ബ്രൗണിക്കകത്ത് നമ്മൾ മേടിച്ച് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എടുത്തില്ല. ബിക്കോസ് നമ്മൾ ബ്രൗൺ നല്ല എനിക്ക് മുകളിൽ ക്രസ്റ്റ് അങ്ങനെയാണ് നിൽക്കേണ്ടത്. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് നല്ല ചോക്ലേറ്റി ആയിട്ടുണ്ട്. ഞാനിവിടെ നല്ലോണം ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ചോക്ലേറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ടേസ്റ്റ് ചോക്ലേറ്റിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സീവർ എടുക്കുക. അതിൽ ഹാഫ് മൈദയും ഒരു 1/4 കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോൾട്ട് ഇടാം. ഞാൻ എടുത്തുകൊണ്ട് വരണം. നമ്മൾ നല്ല കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നല്ല പ്രീമിയം കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സോൾട്ട് കൂടെ ഇടണേ. 1/4 സോൾട്ടും കൂടെ ഇട്ടിട്ട്
ജസ്റ്റ് 1 ടൈം സീവ് ചെയ്യണം. നമ്മൾ കേക്കൊക്കെ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ 3 times ഒക്കെ സീവ് ചെയ്യാറുണ്ട്. ഇത് ഒരു 1 ടൈം സീവ് ചെയ്യണം. കൊക്കോ പൗഡറിനകത്ത് ഒക്കെ ലംസ് കാണും. ലംസ് ഒന്നും വരാതെ നല്ലതുപോലെ ചെയ്യണം. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇത്രയും മതി. ഓവൻ 180 ഡിഗ്രി സെൽഷ്യസ് 36 മിനിറ്റ് ആണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. പ്രീ ഹീറ്റ് ചെയ്യേണ്ടത് 180 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓവനാണെന്ന് പ്രീ ഹീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിയാവുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, എന്നാലും നോ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാം. പക്ഷെ ബ്രൗൺ ഉണ്ടാക്കാൻ നമുക്ക് വലിയ ടഫായിട്ടില്ല. പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ഇടണം. അതിന് മെഷർമെൻ്റ് ഒന്നും മാറരുത്. ബ്രൗണി നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ മിക്സ് ചെയ്യട്ടെ. ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഗായ്സ്, ഞാനാണെങ്കിൽ വാനില എസൻസ് ഇടാൻ മറന്നുപോയി. ഇനി കുറച്ച് ഒത്തിരി ഇടാനകത്തോട്ട്. ഇതൊക്കെ ആദ്യം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇടണ്ടായിരുന്നു. അപ്പം ഞാൻ മറന്നുപോയി. അത് ഞാൻ ഇച്ചിരി വാനില എസൻസ് ഇപ്പം ഇടുവാണേ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വാനില എസൻസ് ഒക്കെ കേക്കിൽ ഞാൻ മറക്കുന്നത്. ഞാൻ കേക്കൊക്കെ മേക്ക് ചെയ്യാറുണ്ട്. ഞാൻ പേസ്ട്രീസ് അങ്ങനെയൊക്കെ കേക്ക്സൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. ചിന്നു ഇടുന്നൊക്കെ ചിരി. ചിന്നു എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ച് പറഞ്ഞാൽ ഒരു സാധനം. ചിന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ട്വിൻ സിസ്റ്ററാണ്. അപ്പോൾ അവളാണ് എനിക്ക് വീഡിയോ ഒക്കെ അപ്പോൾ എടുത്തു തന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ എല്ലാം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ എന്താ നടക്കുന്നതെന്ന് വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ബാറ്റർ കാണിച്ചു നോക്കൂ. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്, കണ്ടോ? നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടാണ് ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൗണി മേക്ക് ചെയ്യാൻ ബാറ്ററിനകത്ത് ഫുള്ള് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തത് ഫുൾ ഡാർക്ക് കോമ്പൗണ്ടാണ്. പ്രീ ഹീറ്റിങ് ഇപ്പം 8 ആയിട്ടുണ്ട്. ഇനി 8 മിനിറ്റ് കൂടെ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൗണി ബാറ്റർ റെഡിയായി. നല്ല തിക്കാണ്, അപ്പം നല്ല ടഫാണ് ഇതിപ്പം മിക്സ് ചെയ്യാൻ. ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യേണ്ടത് ആക്ച്വലി നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇതെല്ലാം മിക്സ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ നല്ല ടഫായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ ബാറ്റർ ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു ബാറ്ററാണ് ബ്രൗണി യൂസ് ചെയ്ത പാൻ. അപ്പോൾ ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ കുറച്ച് ഓയിൽ അടിയിലിട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ബാറ്ററിനകത്ത് pour ചെയ്യാം. പിന്നെ ഞാൻ ഇനി നെക്സ്റ്റ് ചോക്ലേറ്റ് ഇതിനകത്ത് ഇനി കട്ട് ചെയ്തിടുന്നുണ്ട്. നമുക്കിത് ബാറ്റർ ഒഴിക്കാം. തിക്കാണ്. മതി, കുറച്ചുണ്ടാക്കിയുണ്ട്. ഇതിന് ശരിയായാൽ മതിയായിരുന്നു. ശരിയാകാതെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തോന്നും അറിയത്തില്ല. ഇതിപ്പം കുളവായ എൻ്റെ അമ്മി വെച്ചേക്കത്തില്ല. ബിക്കോസ് ഉമ്മിയുള്ള വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഞാൻ നല്ലോണം യൂസ് ചെയ്തയാ. ഇത് ശരിയായാൽ മതി. ശരിയാകുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഫുള്ള് ഒഴിക്കട്ടെ. ഇതിനകത്തിട്ടപ്പോഴേക്ക് വെയിറ്റ്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കാണിക്കുന്ന ചോക്ലേറ്റ് വെക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തത്. നേരത്തെ ഞാൻ പറയും ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ ചോക്ലേറ്റ് നട്ട്. പക്ഷേ ഇത് റൂം ടെമ്പറേച്ചർ ആകണം. പക്ഷേ ഞാൻ റൂം ടെമ്പറേച്ചർ ആക്കുന്നത് കട്ടിക്കിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ പാടാണ് ഇത് എടുക്കാൻ. ഇതെല്ലാം പൊടിഞ്ഞു പോകും. നമുക്ക് നല്ല വലിയ ബിഗ് പീസസ് ആണ് വേണ്ടത്. ഓവൻ 10 മിനിറ്റാണ് പ്രീ ഹീറ്റായി കഴിക്കണം. അപ്പം ഞാനിങ്ങനെ പൗഡറായിട്ടങ്ങ് ഇടുക. ആക്ച്വലി നല്ല കറക്റ്റ് ബോക്സ് ആയിട്ട് എടുക്കുക. ചെറുതായിട്ടൊന്ന് നല്ല വലിയ സീറ്റ് നമുക്ക് ഇടങ്ങ് വെക്കാം.
ഇവിടെ പൗഡറായിട്ട് ഇത് വെക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ചോക്ലേറ്റ് മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ടൈമിൽ കുറച്ച് നമ്മൾ കണ്ട് ബിഗ് പീസൊക്കെ ആക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് വെക്കണം. കുറേ അകത്തോട്ട് പോകരുത്, എന്നാൽ ഇത് ഒരകത്തോട്ട് പോകുന്ന രീതി കവർ ചെയ്യണം. ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ഇതിങ്ങനെ ക്രസ്റ്റ് വരണമെങ്കിൽ ആ ചോക്ലേറ്റ് അങ്ങ് അടിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ ഏറ്റവും ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് അത് കവറായിക്കോളും. ഞാൻ ബ്രൗണി മേക്ക് ചെയ്യുന്നത് സെക്കൻഡ് ടൈമാണ്. ഞാൻ പണ്ടൊരിടം മേക്ക് ചെയ്തിട്ടുള്ളത് കറക്റ്റ് പെർഫെക്റ്റ് ബ്രൗണിയാണ് ചെയ്തിട്ട് വന്നു. പിന്നെ ഇപ്പം അടുത്തിടെ ലുമ്മി മേക്ക് ചെയ്തു, അതും നല്ല അടിപൊളിയായിരുന്നു. ഇതുവരെ ഫെയിലായിട്ടില്ല, അതുകൊണ്ട് ഇതെന്തോ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് ഒത്തിരി ഇങ്ങനെ വലിച്ചൊന്നും ടാപ്പ് ചെയ്യില്ല, ഇങ്ങനെ ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് 36 ഡിഗ്രി സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോ റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഫഡ്ജി ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഞാൻ 36 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് ആ മുകളിലെ ക്രസ്റ്റ് ലെയർ നല്ല ചുളുങ്ങി വരണം. അതാണ്ട് ഇത് കണക്ക് തന്നെ നല്ല ക്രസ്റ്റ് ചൂടാണിത്. നമുക്കിതിന് ഇത് കൂൾ ഡൗൺ ആയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാനും ഇതിനെടുക്കാനും പിടുത്തോളൂ. ഇതൊക്കെ ചോക്ലേറ്റ് ആണ്, നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നമ്മൾ ഈ സ്ക്വയർ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകും ഒന്നും വരില്ല. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ച്യൂയി ഫ്രഡ്ജി ബ്രൗണീസ് റെഡി. നമുക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് അന്നേരം നോക്കാം. അപ്പം ഇതൊന്ന് കൂളാകട്ടെ, അതുവരെ നമുക്കിനി നമ്മുടെ ബ്രൗണി കട്ട് ചെയ്ത് വെക്കാം. ഇത് ഇനി കട്ട് ചെയ്യാൻ വേണ്ടി ഇത് നൈഫ് വെക്കട്ടെ. അപ്പം ഈ നൈഫ് എടുത്ത് നമുക്കിതിന് നല്ല അകത്ത് നല്ല സോഫ്റ്റും മുകളിൽ നല്ല ക്രസ്റ്റി ആണ് വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ചോക്ലേറ്റ് നിങ്ങൾക്ക് ചോക്ലേറ്റ് ആണ്, നല്ല പെർഫെക്റ്റ്ലി കുക്കാണ്. അപ്പം നമ്മുടെ ബ്രൗണി സൂപ്പർ ടേസ്റ്റി, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കണക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ മെഷർമെൻറ്റ് ഒന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ഞാൻ എന്ത് ടൈപ്പ് വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. യു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ബൈ.